ഹലോ മക്കളെ, CUT എക്സാമിനേഷൻ എഴുതിയിട്ട് BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. CUT എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം, ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യത്യസ്ത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പരീക്ഷയാണ്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ CUT അണ്ടറിൽ വരുന്നുണ്ട് എന്ന് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. BCA കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ BCA പ്രോഗ്രാം എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പോലെയുള്ള സ്പെഷ്യലൈസേഷൻസിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. അപ്പോൾ BCAക്ക് പൊതുവെ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, BCA സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്, CUT തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് CUT ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളും ഫോളോ അപ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് അവരുടെ കോഴ്സിൽ ഈ പറയുന്ന പോലെ BCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ BCA കോഴ്സും BCA and MCA ഡാറ്റാ സയൻസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റാ സയൻസ് സ്പെഷ്യലൈസേഷനോട് കൂടി BCAയും MCAയും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് രണ്ടും കൂടിയുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസ് അല്ല ഇൻഫോർമാറ്റിക്സ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പേപ്പറും അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ് എനി 2 എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റും എഴുതിയിരിക്കുന്നത്. ഇതിൽ ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതെന്നുള്ളതാണ്. അടുത്ത യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി ആസാം യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഞാനിവിടെ യൂണിവേഴ്സിറ്റികളെ പറയുന്നത് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു റാങ്കിങ് ഓർഡറിലൊന്നുമല്ല യൂണിവേഴ്സിറ്റികളെ പറയുന്നത്. ഒരുപക്ഷെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും, ചിലപ്പോൾ റാൻഡം ആയിരിക്കും. എന്നാലും ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനും ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട യൂണിവേഴ്സിറ്റികൾ എന്നതൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് പുറമേ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അത് മിക്കവാറും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ആയിരിക്കും. കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഈ കോഴ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ ശ്രദ്ധിക്കുക. ആസാം യൂണിവേഴ്സിറ്റിയിൽ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള കോഴ്സാണുള്ളത്. ഇംഗ്ലീഷും എനി 3 ഡൊമൈൻ സബ്ജക്ട്സുമാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ഈ സബ്ജക്ട്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ലക്നൌവിലുള്ള വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിലും എന്താണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള കോഴ്സാണ് ഉള്ളത്. സെക്ഷൻ 1A എനി ലാംഗ്വേജ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. സെക്ഷൻ 2 ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ പ്രാക്ടീസോ ഇതിൽ ഏതെങ്കിലും 3 എന്നുള്ള സ്വഭാവത്തിലാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. BCAക്ക് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നൌവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഇനി ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി ശ്രീനഗർ, HNBGU ശ്രീനഗർ എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ BCA എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ് എഴുതേണ്ടത്. വളരെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റികൾ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഒരുപക്ഷെ CUTയുടെ വെബ്സൈറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റികളുടെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഷില്ലോങ് വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. നെഹു BCA കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഓർ സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇനി ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ, അവിടെയും ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ജനറൽ ടെസ്റ്റ് മാത്രമേ എഴുതിയാൽ, അതാ ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് BCAക്ക് പോവാം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും എഴുതിയിട്ട് BCAക്ക് പോവാം. അങ്ങനെയുള്ള പല രീതിയിലും BCAക്ക് പോകാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശ്, അവിടെയും BCA കോഴ്സിന് ഇംഗ്ലീഷും മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമാറ്റിക്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റും കൂടി എഴുതണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അവരുടെ BCA കോഴ്സിനും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി IP യൂണിവേഴ്സിറ്റി, ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റിയിലും BCAക്ക് ഇംഗ്ലീഷും മാത്സും കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ പ്രാക്ടീസ് ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, അവിടെയും BCA വെബ് ടെക്നോളജി, ഡാറ്റാ സയൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ സ്പെഷ്യലൈസേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ. അവിടെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ പ്രാക്ടീസസ് അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ, അവരെ BCA കോഴ്സിന്
കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ പ്രാക്ടീസ് ജനറൽ ടെസ്റ്റുമാണ് എഴുതാൻ പറയുന്നത്. അവിനാഷ് ലിംഗം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BCA പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. BCA മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. BCA ഓണേഴ്സ്, BCA ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സർവീസസ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ക്ലൗഡ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകൾ ജെയിൻ യൂണിവേഴ്സിറ്റീസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം വ്യത്യസ്ത ക്യാമ്പസുകളുണ്ട്. അവർ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ പ്രാക്ടീസ് എഴുതണം എന്നതാണ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി എനപ്പോയ് യൂണിവേഴ്സിറ്റി മറ്റൊരു ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. എനപ്പോയ് യൂണിവേഴ്സിറ്റി അവരും BCA ഒരുപാട് സ്പെഷ്യലൈസേഷൻ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് മുതൽ ഡാറ്റ അനലിറ്റിക്സ്, ഡെവലപ്പ് ഓപ്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, റോബോട്ടിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പറയുന്നുണ്ട്. അവർ ജനറൽ ടെസ്റ്റ് ആണ് പറയുക. അപ്പം നിങ്ങൾ നോക്കൂ, ജെയിൻ യൂണിവേഴ്സിറ്റി അവരുടെ ഈ പറയുന്ന BCA കോഴ്സിലേക്ക് അവർ ഇൻഫർമേഷൻ പ്രാക്ടീസും കമ്പ്യൂട്ടർ സയൻസ് പറയുന്ന സമയത്ത് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ജനറൽ ടെസ്റ്റ് ആണ് എനപ്പോയ് യൂണിവേഴ്സിറ്റി പറയുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ പാരഡ് ഗ്രൗണ്ട് ജമ്മു അവിടെയും ഈ പറയുന്ന പോലെ BCA കോഴ്സ് ഉണ്ട്. ജനറൽ ടെസ്റ്റും കമ്പ്യൂട്ടർ സയൻസുമാണ് അവർ പറയുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്ന യൂണിവേഴ്സിറ്റികൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ BCA കോഴ്സിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ കാണേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.